ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടോ, അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് 5 ഓഫ് വൺസ്, 6 ഓഫ് വൺസ്, 4 ഓഫ് പെൻഡക്കിൾ, ടെമ്പറർ കാർഡ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വൺസ്, ദ സൺ കാർഡ്, നൈറ്റ് ഓഫ് വൺസ്, ഏസ് ഓഫ് വൺസ്, ടവർ കാർഡ് വന്നിട്ടുണ്ട്, 4 ഓഫ് സോർഡ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വരാൻ അവർ വളരെ ബുദ്ധിമുട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവര് നിങ്ങളുടെ മെമ്മറീസിൽ നിന്നും പുറത്തു വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യുന്നൊന്നുണ്ടാകില്ല, ഓർ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും റെസ്പോണ്ട് ഉണ്ടാകില്ല, ഒന്നും തന്നെ അവർ റിപ്ലൈ തരുന്നുണ്ടാകില്ല, അവരായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാകില്ല. ഓക്കെ, ഒരുപാട് നാള് കോണ്ടാക്റ്റിൽ ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മെമ്മറീസിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കാനോ നിങ്ങളെ കാണാതിരിക്കാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല, കഴിയുന്നില്ല അവർക്ക് മനസ്സുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ അറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ റെസ്പോണ്ട് ചെയ്യാനോ ഒന്നും തന്നെ താല്പര്യം കാണിക്കുന്നില്ല. കാരണം അവർക്കുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾ എപ്പോഴും ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവരായിരിക്കാം മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകുക, നിങ്ങളായിരിക്കില്ല. അവർക്കുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടോ എന്തോ ഒരു കാരണം കൊണ്ടോ ആയിരിക്കാം അവരായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാകുക, നിങ്ങളായിരിക്കില്ല. നിങ്ങൾ കാരണം ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, ഇപ്പോഴും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുണ്ട്, പക്ഷെ അത് റൊമാൻറ്റിക് ആയിട്ടല്ല. ഓക്കെ, അതേപോലെ തന്നെ ഇവർക്ക് നിങ്ങളടുത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളടുത്തോട്ട് തിരിച്ചു വരണമെന്നും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നൊക്കെ അവർക്ക് തോന്നും. ഒരു സെക്കൻഡിൽ അങ്ങനെ തോന്നിയിട്ട് അറ്റ് ദ സെയിം ടൈം അവർ തന്നെ ചിന്തിക്കും വേണ്ട പോണ്ട, ഇത് വേണ്ട എന്ന് ചിന്തിക്കും. ചിലപ്പോൾ അത് അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാതെ അവർക്ക് തീരുമാനം പെട്ടെന്ന് സഡൻലി മാറ്റേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ബന്ധത്തില് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫ്രീഡമാണ്. അതായത് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ നിന്നിട്ടുള്ള ഒരു ഫ്രീഡം, നിങ്ങളുടെ ഓർമ്മകളിൽ നിന്നിട്ടുള്ള ഒരു ഫ്രീഡം, നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നിട്ടുള്ള ഒരു ഫ്രീഡം, അതാണ് അവർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്. ഇതൊക്കെ അവരുടെ ചിന്തകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർക്ക് ഇതിൽ നിന്നൊന്ന് എസ്കേപ്പ് ആവാൻ പറ്റുന്നില്ല അവർക്ക്. അതുമാത്രമല്ല, ഇങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് എസ്കേപ്പ് ആയി പോവുക എന്നുള്ളതും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. അവർക്ക് അങ്ങനെ ഈസി ആയിട്ട് പോകാൻ സാധിക്കില്ല. ഓക്കെ, ഈ ഒരു നിങ്ങളുടെ മെമ്മറീസ് ആണ് അവര് ഇങ്ങനെ ഇപ്പോൾ അവരുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഈ ഓർമ്മകളാണ്. മേ ബി നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ ഓർമ്മകളായിരിക്കാം അവർ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് അവർ ബുദ്ധിമുട്ടുന്നത് ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് തന്നെയാണ്. എത്രയൊക്കെ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇവിടെ സാധിക്കുന്നില്ല. ഓക്കെ, ഇത്രയൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും തിരിച്ചു വന്നൂടെ അവർക്ക് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അവരിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോൾ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങളെ അവർ അകറ്റി നിർത്തുന്ന ഈ ഒരു സിറ്റുവേഷൻ പെർമനന്റ് അല്ല എന്ന് ഓർക്കുക. അത് എപ്പോൾ വേണമെങ്കിലും മാറി വരാം, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു ടൈമും വരാം. ഓക്കെ,
നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് അവർ കുടുങ്ങിക്കിടക്കുന്നത്, അതിൽ തന്നെയാണ് അവർ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു എനർജി എപ്പോൾ വേണമെങ്കിലും അവർക്ക് ചേഞ്ച് ആയിട്ട് വരാമെന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസ്റ്റിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.